ഓക്കെ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൻഡ്രീഷ്യം, സ്റ്റേമൻ, മൈക്രോസ്പോറോജെനസിസ്, അതേപോലെ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറെല്ലാം പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. വാട്ട് ഇസ് ഇറ്റ്? ഗൈനീഷ്യം. യെസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഗൈനീഷ്യം കമ്പോസ് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ സ്ട്രക്ചേഴ്സ്, ഫങ്ഷണൽ ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് പിസ്റ്റിലാണ്. പിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ പറയും കാർപ്പൽ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണ് ഒരു പിസ്റ്റിൽ, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഓക്കെ, അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഒരു പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത് ഗൈനീഷ്യത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം അവിടെയാണ് പോളൻ ഗ്രെയിൻ വന്ന് പതിക്കുന്നത്. പോളിനേഷൻ നടക്കുന്നത് അവിടെയാണ്. ഈ പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്പർ പോർഷനെ പറഞ്ഞ പേരാണ് സ്റ്റിഗ്മ. ഇനി സ്റ്റിഗ്മ കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള ഭാഗം ഒരു നീണ്ട തണ്ട് പോലെയുള്ള ഒരു സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അതിനെ പറഞ്ഞ പേര് സ്റ്റൈൽ എന്നാണ് പറയുക, സ്റ്റൈൽ. ഇനിയോ സ്റ്റൈലിൻ്റെ താഴെയായിട്ട് പിസ്റ്റലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഓവറി ഏറ്റവും താഴെ. അപ്പോൾ ഒരു പിസ്റ്റൽ അല്ലെങ്കിൽ കാർപ്പലിൻ്റെ 3 ഭാഗങ്ങളാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓവറിയാണ് ഒരു പിസ്റ്റലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. യെസ്. ചില പൂക്കളിൽ അതിൻ്റെ ഗൈനീഷ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഗൈനീഷ്യത്തെ ഉണ്ടാക്കാൻ ഒരു കാർപ്പൽ മാത്രമേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഒരു പിസ്റ്റൽ കൊണ്ട് മാത്രമാണ് ഒരു ഗൈനീഷ്യം ഉണ്ടാക്കിയത് എങ്കിൽ, അത്തരം കണ്ടീഷനെ പറഞ്ഞ പേരാണ് മോണോകാർപ്പലറി കണ്ടീഷൻ. അത്തരം ഫ്ലവേഴ്സാണ് മോണോകാർപ്പലറി ഫ്ലവർ. ഇനി മിക്ക ഫ്ലവേഴ്സിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കാർപ്പൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പിസ്റ്റൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്നിൽ കൂടുതൽ കാർപ്പൽ കൊണ്ടാണ്, ഒന്നിൽ കൂടുതൽ പിസ്റ്റലുകൾ കൊണ്ടാണ് ഒരു ഗൈനീഷ്യം ഉണ്ടാക്കിയത് എങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പോളികാർപ്പലറി ഫ്ലവർ. ഓക്കെ. അപ്പോൾ ഒരു കാർപ്പൽ മാത്രമേ ഉള്ളൂ ഫ്ലവറിലെങ്കിൽ മോണോകാർപ്പലറി ഫ്ലവർ. ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഒരു ഫ്ലവറിനകത്തുണ്ടെങ്കിലോ പോളികാർപ്പലറി ഫ്ലവർ. ഓക്കെ. ഇനി ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ടെങ്കിലോ ഈ കാർപ്പൽസ് എല്ലാം കൂടിച്ചേർന്ന് ഒരു യൂണിറ്റായിട്ട് ഫ്യൂസ്ഡ് ആയിട്ടാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ടെങ്കിൽ ഈ കാർപ്പൽസ് എല്ലാം കൂടിച്ചേർന്ന് ഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത് എങ്കിൽ ആ കണ്ടീഷനാണ് സിങ്കാർപ്പസ് കണ്ടീഷൻ. സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. സിങ്കാർപ്പസ്, എല്ലാ കാർപ്പൽസും പോളികാർപ്പലറി ഫ്ലവറിൽ എല്ലാ കാർപ്പൽസും കൂടിച്ചേർന്ന് ഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നു എങ്കിൽ സിങ്കാർപ്പസ് ആയിട്ടുള്ള ഫ്ലവറാണ്, സിങ്കാർപ്പസ് കണ്ടീഷനാണ്. യെസ്. ഇനി ഒരു പോളികാർപ്പലറി ഫ്ലവറിൽ, ഒരുപാട് കാർപ്പൽസ് ഉള്ള ഒരു ഫ്ലവറിൽ ഈ കാർപ്പൽസ് എല്ലാം കൂടിച്ചേർന്നല്ല കാണുന്നത്, ഫ്രീ ആയിട്ടാണ് കാണുന്നത് എങ്കിൽ, കൂടിച്ചേരാതെയാണ് കാണുന്നത് എങ്കിൽ അത്തരം കണ്ടീഷനാണ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. ഓക്കെ. അപ്പോൾ സിങ്കാർപ്പസ് ഫ്ലവറും അപ്പോകാർപ്പസ് ഫ്ലവറും. എന്താ സിങ്കാർപ്പസ് ഫ്ലവർ? കാർപ്പൽസ് എല്ലാം കൂടിച്ചേർന്ന് ഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത് അല്ലേ. എന്താ അപ്പോകാർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പൽസ് എല്ലാം പരസ്പരം കൂടിച്ചേരാതെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഒരു ഓവറി പരിശോധിച്ച് കഴിഞ്ഞാൽ ഓവറിക്കകത്തൊരു ചേംബർ ഉണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ട്, ഒവേറിയൻ ക്യാവിറ്റി, ലോക്യൂൾ എന്ന് പറയും, ലോക്യൂൾ. അപ്പോൾ ഈ ഒവേറിയൻ ക്യാവിറ്റിക്കകത്താണ് ഇനി ആരുണ്ടാവുക? ഓവ്യൂൾസ് ഉണ്ടാവുക. ഓവ്യൂൾ ഉണ്ടാവണമല്ലോ, ഓവറിക്കകത്ത് ഓവ്യൂൾസ് ഉണ്ടാവും. ചില കാർപ്പലിനകത്ത്, ചില ഓവറിക്കകത്ത് ഒരു ഓവ്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ചില ഫ്ലവേഴ്സിനകത്താണെങ്കിലോ ചില കാർപ്പലിനകത്താണെങ്കിലും ഒന്നിൽ കൂടുതൽ ഓവ്യൂൾസ് ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ ഒരു ഓവ്യൂളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ഓവ്യൂളാണെങ്കിലും ഓവറിക്കകത്താണിത് കാണപ്പെടുന്നത്. ഓക്കെ. ഓവറിക്കകത്തെ ലോക്യൂൾ, ഒരു ക്യാവിറ്റി, ഒവേറിയൻ ചേംബർ, അതിനകത്താണ് ഓവ്യൂൾസ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഒരു പിസ്റ്റലിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു കാർപ്പലിൻ്റെ ഭാഗങ്ങൾ. ഇത്രയുമാണ്. ഏതൊക്കെ? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ശരിക്കും ഒരു പൂവിൻ്റെ തലാമസിലാണ് ഈ ഓവറി ഉണ്ടാവുക. തലാമസാണ് ഇത്. തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. തലാമസ്, ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഓക്കെ. ഇനി ഈ ഓവറിക്കകത്തൊരു ചേംബറാണ് അല്ലേ, ഒരു ക്യാവിറ്റി, ഇതൊരു ക്യാവിറ്റിയാണ്, ഒവേറിയൻ ക്യാവിറ്റി. ഇതോ ഓവറിയുടെ വാൾ, ഇത് ഒവേറിയൻ വാള്, ഇത് ഒവേറിയൻ ക്യാവിറ്റി. ഓക്കെ. ഇനി ഈ ഒവേറിയൻ ക്യാവിറ്റിക്കകത്താണ് എന്തുള്ളത്? നമ്മുടെ ഓവ്യൂൾ ഉള്ളത്. ഇതാണ് ഓവ്യൂൾ. ഈ വരച്ചിരിക്കുന്നതാണ് ഓവ്യൂൾ. അപ്പോൾ നോക്കൂ, ഈ ഓവ്യൂൾ ഫോം ചെയ്തിരിക്കുന്നത് ഈ ഓവറിയുടെ വാളിൽ നിന്നാണ്. അപ്പോൾ ഓവറിയുടെ വാളിൽ ഒരു പ്രത്യേക ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂസിൽ നിന്നാണ്, അല്ലെങ്കിൽ ടിഷ്യൂമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആരുള്ളത്? ഓവ്യൂൾ ഉള്ളത്. ഓവ്യൂളാണ്. ഓവ്യൂൾ. ഓക്കെ.
അപ്പോൾ ഈ ഓവ്യൂൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓവലുടെ വാളിലാണ്. ഈ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂനെ പറയുന്ന പേരെന്താണെന്നറിയോ? പ്ലാസെൻറ്റ. ഓക്കെ, ഈ ഓവ്യൂളിനെ നോക്കൂ, ഈ പ്ലാസെൻ്റയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു സ്റ്റാക്ക്, ഈ ഒരു കണക്റ്റീവ്, ഓവ്യൂളിനെ പ്ലാസെൻ്റയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇതിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. അപ്പോൾ ഫ്യൂണിക്കിളാണ് ഓവ്യൂളിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? പ്ലാസെൻ്റയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനി ഇതാണ് ഒരു ഓവ്യൂൾ. ഈ ഓവ്യൂളിനെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചെറിയ എൻവലപ്പുകൾ കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ചെറിയ കവറിങ് ഉണ്ട്, ചെറിയൊരു എൻവലപ്പ് ഉണ്ട്. നോക്കൂ. അപ്പോൾ ഒന്നോ രണ്ടോ പാളികളോട് കൂടിയ എൻവലപ്പ് കൊണ്ട് ഈ ഓവ്യൂളിനെ കവർ ചെയ്തിരിക്കും. ഈ എൻവലപ്പിനെ പറയുന്ന പേര് ഇൻറ്റഗുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ എന്താ ഇൻറ്റഗുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവ്യൂളിൻ്റെ ഈ എൻവലപ്പിനെ പറയുന്ന പേരാണ് ഇൻറ്റഗുമെൻ്റ്. ഇനി ഈ ഓവ്യൂളിൻ്റെ ഈ അപ്പെക്സ്, ഓവ്യൂളിൻ്റെ ഈ അഗ്രഭാഗത്ത് ഇൻറ്റഗുമെൻ്റ് ഇല്ല. അപ്പോൾ ഇൻറ്റഗുമെൻ്റ് ഇല്ലാത്ത ഈ അഗ്രഭാഗത്തൊരു ഓപ്പണിംഗ് കാണാം. ഇതാണ് ആ ഓപ്പണിംഗ്. ഈ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ. അപ്പോൾ ആരാ മൈക്രോപൈൽ? യെസ്, മൈക്രോപൈൽ ആരാണ്? മൈക്രോപൈൽ ഈ ഇൻറ്റഗുമെൻറ്റിൻ്റെ സെൻട്രലായിട്ട്, അല്ലെങ്കിൽ ഈ ഓവ്യൂളിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ. ഈ മൈക്രോപൈൽ കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതല്ലേ മൈക്രോപൈലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡിനെ പറയുന്ന പേരാണ് കെലൈസ എന്ന് പറയും. കെലൈസ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത്രയുമാണ് ഒരു പിസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു കാർപ്പലിൻ്റെ ഭാഗങ്ങൾ. ഒരു ഓവ്യൂൾ യങ്ങായിരിക്കുന്ന സമയത്ത്, അതിനകത്ത് എംബ്രിയോ സാക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് യങ്ങായിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് സെൽസ് കാണാൻ പറ്റും. ഒരുപാട് ഹോമോജീനസ് ആയിട്ടുള്ള ഒരുപാട് സെൽസുകൾ കാണാൻ പറ്റും. ഈ സെൽസ് എല്ലാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഈ സെൽസ് എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ ഒരു ടിഷ്യൂവിനെ പറയുന്ന പേര് നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയാം. ന്യൂസെല്ലസ്. ക്ലിയർ ആണ്? ഈ ഓവ്യൂളും ഫ്യൂണിക്കിളും തമ്മിൽ ചേരുന്ന ഈ ഒരു ഭാഗം, ഓവ്യൂളും ഫ്യൂണിക്കിളും തമ്മിൽ ചേരുന്ന ഈ ഒരു ഭാഗത്തോട് പറയുന്ന പേരാണ് ഹിലം എന്ന് പറയും. ഹിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവ്യൂളും അതുപോലെ ഫ്യൂണിക്കിളും തമ്മിൽ ചേരുന്ന ഈ ഒരു ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. അതുപോലെ ഈ ഓവ്യൂളിനെ പറയുന്ന വേറൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. ഓവ്യൂളിനെ പറയുന്ന വേറൊരു പേര് മെഗാസ്പൊറാഞ്ചിയം. ഓക്കെ, നമ്മൾ ഇനി ഒരു ഓവ്യൂളിനെ വരയ്ക്കാൻ പോവുകയാണ്. ഈ ഓവ്യൂളിന് ഇൻറ്റഗുമെൻറ്റുകളുണ്ട്, അതേപോലെ മൈക്രോപൈലുണ്ട്, ഫ്യൂണിക്കിളുണ്ട്. ഇതാണ് ഒരു ഓവ്യൂൾ. ഈ ഓവ്യൂളിനകത്ത് ന്യൂസെല്ലസ് ഉണ്ട് അല്ലേ? ന്യൂസെല്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളിൽ ഈ മൈക്രോപൈല റീജിയനോട് ചേർന്നുള്ള ഒരു സെല്ല് എൻലാർജ് ചെയ്യുന്നു. ഈ സെല്ല് നമ്മൾ പറഞ്ഞ പേര് മെഗാസ്പോർ മദർ സെൽ എന്നാ പറയാം. ഈ മെഗാസ്പോർ മദർ സെൽ ഇനി മിയോസിസിന് വിധേയമാവും. നമുക്കറിയാം, മിയോസിന് വിധേയമായി കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ മെഗാസ്പോർ മദർ സെല്ല് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെഗാസ്പോർ മദർ സെല്ല് എന്തായിട്ട് മാറും? 4 ഹാപ്ലോയിഡ് മെഗാസ്പോറായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ട്? ഒരു മെഗാസ്പോർ മദർ സെല്ല് മിയോസിന് വിധേയമായി അങ്ങനെ 4 സെൽസായിട്ട് മാറി. ഈ 4 സെല്ലുകളും ഹാപ്ലോയിഡാണ്. കാരണം സംഭവിച്ചിരുന്നത് മിയോസിസ് ആണ്. അപ്പോൾ മിയോസിസ് സംഭവിച്ച് ഈ മെഗാസ്പോർ മദർ സെൽ 4 മെഗാസ്പോറായിട്ട് മാറി. അതിനകത്തുള്ള ഒരു മെഗാസ്പോർ അവിടെ സർവൈവ് ചെയ്യും, നിലനിൽക്കും. ബാക്കിയുള്ള 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. ഒന്ന് മാത്രം അവിടെ സർവൈവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന ഈ ഒരു സെല്ലാണ് പിന്നീട് ഒരു എംബ്രിയോ സാക്കായിട്ട് മാറുക. ഓക്കെ, യെസ്. ഇപ്പം നമ്മുടെ കയ്യിൽ മെഗാസ്പോറോജനസിൻ്റെ ഭാഗമായിട്ട് മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചു. 4 മെഗാസ്പോറുകൾ കിട്ടി നമുക്ക്. അതിൽ 3 മെഗാസ്പോറുകൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ബാക്കി വരുന്ന ഒരു മെഗാസ്പോറാണ് എന്തായിട്ട് മാറിയത്?
ഒരു എംബ്രിയോ സാക്കായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നില്ലേ, ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നില്ലേ. ഈ ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ആയിരിക്കുമോ ഡിപ്ലോയിഡ് ആയിരിക്കുമോ? ഇത് ഹാപ്ലോയിഡ് ആണ്. കാരണം ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ചിട്ടാണ് എന്ത് കിട്ടിയത്? നമുക്ക് 4 മെഗാസ്പോറുകൾ കിട്ടിയതല്ലേ. ഇതെല്ലാം എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഇതെല്ലാം ഹാപ്ലോയിഡ് ആണ്. ഇതിനകത്തുള്ള 3 നമുക്ക് നഷ്ടപ്പെട്ടു, ബാക്കിയുള്ള 1 മാത്രം നിലനിന്നു. ബാക്കിയുള്ള ഒരു മെഗാസ്പോർ. അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നമുക്ക് എത്ര കിട്ടി? ഒരു മെഗാസ്പോർ കിട്ടി അല്ലേ. ബാക്കി 3 മെഗാസ്പോറുകളും നഷ്ടപ്പെട്ടു, ബാക്കി ഒരു മെഗാസ്പോർ അവിടെ നിന്നു. ആ മെഗാസ്പോറാണ് ഇപ്പോൾ ഈ ഒരു എംബ്രിയോ സാക്കായിട്ട് മാറാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. ആ ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. ഇനി ഈ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് നിരന്തരമായിട്ട് 3 തവണ മൈറ്റോസിന് വിധേയമാവും. ആദ്യം ഒന്ന് ഡിവൈഡ് ചെയ്യും, അപ്പോൾ 2 ന്യൂക്ലിയസ് ആയി. പിന്നീട് രണ്ടും ഓരോ പ്രാവശ്യം ഡിവൈഡ് ചെയ്യും, അപ്പോൾ ഇതിന്ന് ഒന്നും ഉണ്ടാവും. പിന്നീട് 4 കൂടി ഒരു പ്രാവശ്യം കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴോ 4 കൂടെ ഉണ്ടാവില്ല. ഇതിന്ന് 2 ഒന്നും കൂടെ, ഇതിന്ന് ഒന്നും കൂടി, ഇതിന്ന് ഒന്നും കൂടെ ഉണ്ടാവും, ഇതിന്ന് ഒന്നും കൂടെ ഉണ്ടാവും അല്ലേ. അങ്ങനെ മൊത്തം നമുക്ക് എത്ര കിട്ടി? 4 ന്യൂക്ലിയസ് കിട്ടിയില്ലേ. നോക്കൂ, ഒരു ന്യൂക്ലിയസ് അത് ആദ്യത്തെ ഡിവിഷനിൽ 2 മാറി, അടുത്ത ഡിവിഷനിൽ അത് 4 മാറി, അടുത്ത ഡിവിഷനിൽ അത് എത്രണ്ണമായിട്ട് മാറി? 8 മാറി അല്ലേ. 1 ഡിവിഷൻ, 2 ഡിവിഷൻ, 3 ഡിവിഷൻ. 1 2 2 ന്യൂക്ലി, 4 4 ന്യൂക്ലി, 8 അങ്ങനെ കിട്ടിയിരിക്കുന്ന 8 ന്യൂക്ലിയാണത്. ഓക്കെ, ഈ 8 ന്യൂക്ലിയസിൽ 3 ന്യൂക്ലിയസുകൾ നേരെ കെലൈസൽ റീജിയനിലേക്ക് മൂവ് ചെയ്യും. 3 ന്യൂക്ലിയസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നറിയോ? നേരെ മൈക്രോപൈലാർ റീജിയനിലേക്കും മൂവ് ചെയ്യും. ബാക്കി 2 എന്ത് ചെയ്യുന്നറിയോ? അതിൻ്റെ സെൻട്രൽ പോർഷനിൽ അവിടെ നിലനിൽക്കും. 3 ന്യൂക്ലി കെലൈസൽ റീജിയനിലേക്കും 3 ന്യൂക്ലിയസുകൾ മൈക്രോപൈലാർ റീജിയനിലേക്കും മൂവ് ചെയ്യും. ബാക്കി 2 ആ സെൻട്രൽ റീജിയനിൽ അവിടെ നിലനിൽക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം 3 ന്യൂക്ലി എങ്ങോട്ട് മൂവ് ചെയ്തു? കെലൈസൽ റീജിയനിലേക്ക് മൂവ് ചെയ്തു അല്ലേ. 3 ന്യൂക്ലിയസ് എങ്ങോട്ട് മൂവ് ചെയ്തു? മൈക്രോപൈലാർ റീജിയനിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾ ഫോം ചെയ്യും. സെൽ വാൾ ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ഫോം ചെയ്യും? സെൽ വാൾ ഫോം ചെയ്യും. സെൽ വാൾ ഫോം ചെയ്താൽ ഈ ന്യൂക്ലിയസ് 3 സെല്ലായിട്ട് മാറി. ഇതുവരെ 3 ന്യൂക്ലിയസ് ആയിരുന്നു. ഇപ്പം അതിന് സെൽ വാളും കൂടെ കണ്ടായിട്ട് എന്തായിട്ട് മാറി? 3 സെല്ലായിട്ട് മാറി. ഈ സെല്ലുകളെ പറയുന്ന പേരാണ്, വെരി ഇമ്പോർട്ടൻറ്റ്, ആൻറ്റിപോഡൽസ്. ഈ സെല്ലുകളെ പറയുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻറ്റിപോഡൽസ്. ഇനി മൈക്രോപൈലാർ റീജിയനിലേക്ക് 3 ന്യൂക്ലിയസ് വന്നിട്ടുണ്ടല്ലോ. ഈ 3 ന്യൂക്ലിയസുകളും കൂടി ചേർന്നിട്ട് 3 സെല്ലായിട്ട് മാറും അല്ലെ. 3 ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാൾ ഫോം ചെയ്യുന്നു, അത് 3 സെല്ലായിട്ട് മാറുന്നു. ഈ ഒരു 3 സെൽസിന് നമ്മൾ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ്, ഇതാണ് എഗ് അപ്പാരറ്റസ്. ഓക്കെ, ഈ എഗ് അപ്പാരറ്റസിൽ ഈ 2 സെല്ലുകളെ പറയുന്ന പേര്, വെരി ഇമ്പോർട്ടൻറ്റ്. എഗ് അപ്പാരറ്റസിൽ ഈ 2 സെല്ലുകളെയും പറയുന്ന പേരാണ് സിനർജിഡ്സ്. ഈ സെല്ലാണ് എഗ്. അപ്പോൾ എഗ് അപ്പാരറ്റസിലെ ഈ സെല്ലിനെ പറഞ്ഞ പേര്, മിഡിൽ സെല്ലിനെ പറഞ്ഞ പേര് എഗ് എന്നും ബാക്കി 2 സെല്ലുകളെ പറഞ്ഞ പേര് സിനർജിഡ്സ് എന്നുമാണ് പറയാം. ഓക്കെ, ഇനി ഈ സിനർജിഡ്സിൻ്റെ താഴെ ഭാഗത്ത്, ഈ മൈക്രോപൈലാർ സിനർജിഡ്സിൻ്റെ താഴെ ഭാഗത്ത് ഒരു സെല്ലുലാർ സ്ട്രക്ചർ ഉണ്ട്. ഇതേപോലെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഈ സ്ട്രക്ചറിന് പറഞ്ഞ പേരാണ് ഫിലിഫോം, FILI, ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം
അപ്പാരറ്റസ്, ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു പോളൻ ഗ്രെയിനിൽ നിന്നുണ്ടാകുന്ന ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്ത് ആ പോളൻ ട്യൂബ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. എന്താ അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ടു ഗൈഡ് പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിഡ്സ്. ഒരു പോളൻ ട്യൂബ് ഇങ്ങനെ വരുന്ന സമയത്ത് ആ പോളൻ ട്യൂബിനെ സിനർജിഡ്സിലേക്ക് ഗൈഡ് ചെയ്യാൻ, എൻ്റർ ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറുകളാണ് ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ നമുക്കറിയാം 2 ന്യൂക്ലിയസ് കൂടെ ബാക്കിയുണ്ട്. മൊത്തം 8 ന്യൂക്ലിയസ് ആയിരുന്നില്ല, 2 ന്യൂക്ലിയസ് കൂടെ ബാക്കിയുണ്ട്. അത് ഇതിൻ്റെ സെൻട്രൽ പോർഷനിലാണ്. ഇത് 2 ന്യൂക്ലിയസ് ആയിട്ട് നിലനിൽക്കുകയാണ്. ഇതേ സെൽ വാളൊന്നും ഫോം ചെയ്യാൻ ന്യൂക്ലിയസ് ആയിട്ട് നിലനിൽക്കുകയാണ്. ഈ 2 ന്യൂക്ലിയസിന് പറഞ്ഞ പേരാണ് പോളാർ ന്യൂക്ലി. ഇതിനെ പറഞ്ഞ പേരാണ് പോളാർ ന്യൂക്ലി. ഓക്കെ. ഇനി ഈ പോളാർ ന്യൂക്ലി കാണപ്പെടുന്ന ഈ ഒരു സെൻട്രൽ സെൽ, ഈ ഒരു പോർഷൻ മൊത്തത്തിൽ പറഞ്ഞ പേര് സെൻട്രൽ സെൽ എന്നാ പറയാം. സെൻട്രൽ സെൽ. അപ്പോൾ നോക്കി നോക്കൂ, ഇതാണ് ശരിക്കും ഒരു മെച്വേർഡ് എംബ്രിയോസാക്ക് ആണിത്. ഒരു മെച്വേർഡ് എംബ്രിയോസാക്കാണ്. ഒരു മെച്വേർഡ് എംബ്രിയോസാക്കിന്റെ പ്രത്യേകത അത് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ. എന്താ പറയാൻ കാരണം? 1 സെല്ല്, 2 സെല്ല്, 3 സെല്ല്, 4 സെല്ല്, 5, 6, പിന്നെ ഈ വലിയ സെല്ലും 7 സെല്ലാണ്. ന്യൂക്ലിയസോ 1, 2, 3, 4, 5, 6, 7, 8 ന്യൂക്ലിയസും ഉണ്ട്, 7 സെല്ലും ഉണ്ട്. അപ്പോൾ ഒരു 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഒരു മെച്വേർഡ് എംബ്രിയോസാക്ക്. ഇതൊരു ശരിക്കും ഒരു എംബ്രിയോസാക്കാണ്. ഇതിൻ്റെ ചിത്രം എപ്പോഴും എക്സാമിന് ചോദിക്കും, എപ്പോഴും ചോദിക്കാറുണ്ട്. എംബ്രിയോസാക്കിന് ചിത്രം വരയ്ക്കാൻ പഠിക്കണം. ഈ ആൻറ്റിപോഡൽസ്, 3 ആൻറ്റിപോഡൽസിന് മാർക്ക് ചെയ്യാൻ പഠിക്കണം. 2 പോളാർ ന്യൂക്ലി ഉണ്ട്. അതേപോലെ എഗ് അപ്പാരറ്റസ് ഉണ്ട്. അതിനകത്തൊരു എഗ്ഗും 2 സിനർജിഡ്സും ആണ്. സിനർജിഡ്സിന് ഫിലിഫോം അപ്പാരറ്റസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഗാസ്പോറോജനസിൻ്റെ ഒരു വീഡിയോ ആണ്. ഓവ്യൂളിനകത്ത് ഒരു മെഗാസ്പോർ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് മെഗാസ്പോറോജനസിസ്. ദ ഫോർമേഷൻ ഓഫ് എ മെഗാസ്പോർ വിത്തിൻ ആൻ ഓവ്യൂൾ. ഒരു ഓവ്യൂളിനകത്ത് ന്യൂസെല്ലസ് സെൽസിൽ ഒരു സെല്ല് എൻലാർജ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. അത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ മെഗാസ്പോർ മദർ സെൽ മിയോസിസിന് വിധേയമായി 4 ഹാപ്ലോയിഡ് മെഗാസ്പോറുകൾ ഉണ്ടാകുന്നു. ഈ 4 ഹാപ്ലോയിഡ് മെഗാസ്പോറുകളിൽ ഒരു മെഗാസ്പോർ മാത്രം അവിടെ റിമൈൻ ചെയ്യുന്നു. ബാക്കിയുള്ള 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഒരു റിമൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്ത ആ ഒരു മെഗാസ്പോർ ആണ് പിന്നീട് ഒരു എംബ്രിയോസാക്കായിട്ട് മാറുക. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് ആദ്യം 2 ഡിവൈഡ് ചെയ്യുന്നു. ഈ 2 ന്യൂക്ലിയസുകൾ ഇനി 4 ഡിവൈഡ് ചെയ്യും. ഈ 4 ന്യൂക്ലിയസ് പിന്നീട് 8 ന്യൂക്ലിയസ് ആയിട്ട് മാറും. എല്ലാം മൈറ്റോട്ടിക് ഡിവിഷനാണ്. 3 മൈറ്റോട്ടിക് ഡിവിഷനുകൾ. ഈ 8 ന്യൂക്ലിയസുകളിൽ 3 ന്യൂക്ലിയസുകൾ മൈക്രോപെല റീജിയനിൽ അക്കോമഡേറ്റ് ലോഡ് ചെയ്യുന്നു. അത് സെൽസായിട്ട് മാറുന്നു. അതിനെ പറഞ്ഞ പേര് എഗ് അപ്പാരറ്റസ്. അതിനകത്തൊരു എഗ് ഉണ്ട്, 2 സിനർജിഡ്സും ഉണ്ട്. ഇനി കെലൈസൽ റീജിയനിൽ കാണപ്പെടുന്ന 3 ന്യൂക്ലിയസുകൾ സെൽസായിട്ട് മാറുന്നു. അതിനെ പറയുന്ന പേര്, ആ സെല്ലുകളെ പറയുന്ന പേര് ആൻറ്റിപോഡൽസ്. സെൻട്രൽ സെൽസിൽ കാണപ്പെടുന്ന 2 ന്യൂക്ലിയസുകളെ പറയുന്ന പേര് പോളാർ ന്യൂക്ലി. ഇതാണ് ഒരു മെച്വേർഡ് എംബ്രിയോസാക്ക്.